ടെർബോ ട്രെയിലർ എന്ന് പറയുന്നത് ടെർബോ വരുന്നത് മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടമായിട്ടാണ്. ഇതുവരെ മമ്മൂട്ടി കമ്പനി പോലത്തെ ഒരു മാസിനുപരി ഒരു ക്ലാസ് മൂവിയായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിയുടെ ഒരു മാസ് അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് അവതാരം, അത് നമ്മുടെ റൈറ്റർ മിഥുനാൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു വൈബ് എക്സ്പെക്ട് ചെയ്യുവാണ്. ആൻഡ് ട്രെയിലർ കിണ്ണ് കാഴ്ച ട്രെയിലറാണ്. കാരണം ഈയിടെ മമ്മൂട്ടി ആസ് എൻ ആക്ടർ നമ്മൾ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രമയുഗ ആയാലും കണ്ണൂർ സ്ക്വാഡ് ആയാലും നൻപുളി നേട്ടമായാലും പുള്ളി ആക്ടിങ് വൈസ് നമ്മളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മള് എവിടെയോ മിസ്സായ മമ്മൂട്ടി എന്നൊരു മാസ് ഹീറോ അല്ലെങ്കിൽ ഒരു മാസ് കഥാപാത്രം, ഒരു അടി ഇടി ട്രെയിലറിനെ ശ്രദ്ധിച്ചറിയാം. 5 ഫൈറ്റ് കണ്ടു പോകുന്നു. പെരുന്നാൾ ഫൈറ്റ്, സോർട്ട് ഫൈറ്റ്, ഫൈറ്റ്. സോ എക്സ്ട്രീംലി ആക്ഷൻ മൂവി. പിന്നെ അതിന്റെ ഒപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻ തോമസ്, പിന്നെ വൈശാഖ് ആസ് എ ഡയറക്ടർ ആക്ഷൻ ഓറിയന്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആക്ഷൻ ഇത്ര ഇഷ്ടപ്പെടുന്ന അറിയാം. സോ മൊത്തത്തില് ഹൈ എക്സ്പെക്ടേഷൻ ആണ്. ഹൈ എക്സ്പെക്ടഡ് വോൾട്ടേജ് മൂവി എന്ന് പറയാം. മമ്മൂട്ടി ഫാൻ എന്താ പറയാ നോക്കാം. അതന്നെ, ഇത് മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടം. അതായത് ഈ ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ 4 പടം ഇറങ്ങിയിട്ടുണ്ട്. ആ 4 പടങ്ങളും ഹിറ്റാണ്. അതായത് റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, അങ്ങനെയല്ല പടം, കാതല്, പിന്നെ ഓർമ്മയുണ്ട് കണ്ണൂർ സ്കോഡ്. ഈ 4 പടങ്ങളും 4 തരമുള്ള ജോണറായിട്ട് വന്നത്. അപ്പൊ 5ാമത്തെ പടം എന്ന് പറഞ്ഞാൽ മാസ് അടി പടം. അത് നമുക്ക് തന്നെ പറഞ്ഞിട്ട് അടി വേണോ തരാം, അങ്ങനെ ഒരൊറ്റ ഡയലോഗ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രെയിലർ കാണുമ്പോ തന്നെ ഈ അടിപ്പടത്തില് ലോജിക്ക് നോക്കുന്നവരോട് എന്താ പറയുക? ലോജിക്ക് നോക്കി പടം കാണുന്നവരോട് നിനക്കൊക്കെ വീട്ടിൽ പോയി ഇരുന്നൂടെ എന്ന് ഞാൻ ചോദിക്കുന്നു. വീട്ടിൽ പോയി ഇരുന്നൂടെ? കാരണം അതെ, അതായത് ഇപ്പൊ ഏത് പടത്തിലാണ് ഒരു പോലീസിന് തല്ലണ റോള് ലോജിക്കായിട്ട് തോന്നുന്നത്? റിയൽ ലൈഫ് നോക്കുവാണെങ്കിൽ ആയിക്കോട്ടെ, ഒരാൾ ഇടിച്ചിടാൻ പറ്റുമോ? ഇപ്പൊ അല്ല, അങ്ങനെയാണ്. ഈ കടുവയിൽ ഒരു സീനുണ്ട്, പോലീസുകാരൻ മൊത്തം അടിച്ച്. അതൊക്കെ ഇവന്മാരപ്പോ ഇങ്ങനെ കാണും. ഞാനതാണ് ചോദിക്കണേ. ഇതെന്ന് പറഞ്ഞാൽ അടിപ്പടം കാണുന്നവർക്ക് മാത്രം തോന്നുന്ന ഒരു പടമാണ് ടർബോ ജോസ്. എങ്ങനെ വിളിക്കണേ? ജോസേട്ടൻ. ആ ഒരു ഒറ്റ ഡയലോഗ് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു എനർജി ആ പടത്തിന്റെ നമുക്ക് അറിയാൻ പറ്റും. കൂടെ ഇപ്പൊ റിലീസ് മാറ്റിട്ട് തലവൻ വരുന്നുണ്ട്. തലവൻ ട്രെയിലർ പക്ഷെ ഇല്ല, മമ്മൂക്കയുടെ പടത്തിന് ഒരു മിനിമം ഓഡിയൻസ് ഏത് പടത്തിനുണ്ടോ. ഇതിപ്പോ മിനിമം ഓഡിയൻസിന് പകരം ഒരു ഹൈ ഓഡിയൻസ് കൂടും. എന്തായാലും മമ്മൂക്കയുടെ ഈ ട്രെയിലർ തന്നെ അതിൽ നിന്ന് നമുക്ക് തെളിയിക്കാം. അതിലെ BGM ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ കിട്ടും. ആ കാര്യം ഉറപ്പാണ്. പിന്നെ ഫൈറ്റുകള്, അതൊരു പോലീസുകാരനെ കടിച്ചു പറഞ്ഞ ഒരു ഫോട്ടോ പോലെ കണ്ടു ഒരു സീനില്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ ഒരു കോരിത്തെരിപ്പ് എൻജോയ് ഉണ്ടാവും. ടർബോയുടെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്ന മഹാനടന്റെ ഈ പ്രായത്തിലും അദ്ദേഹം കൊച്ചു പിള്ളേര് കാണിക്കുന്ന പോലെയുള്ള ആക്ഷൻ. കാരണം ആ ട്രെയിലർ കണ്ടിട്ട് രോമാഞ്ചം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 23-ാം തീയതി തിയേറ്ററിൽ കാണാം. കാരണം മമ്മൂക്ക ചെയ്തേക്കണ അച്ചായം വേഷങ്ങളിൽ ഇത് മികച്ച ഫസ്റ്റ് പോകുന്ന എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലുള്ള ആക്ഷൻ സീനൊക്കെ എന്താ ചെയ്യണം, ജാക്കി ചാനൊക്കെ ചെയ്യണ പോലെയാണ് മമ്മൂക്കിന്റെ. എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോ തോന്നിയ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് മമ്മൂക്കയുടെ ശരീരഭാഷയാണെങ്കിലും നല്ല ആ പടത്തിന്റെ ആക്ഷൻ. ഇപ്പൊ വേറൊരു സ്റ്റണ്ട് സീനൊക്കെ ഇതിന്റെ അത് പറയുന്നുണ്ട്. കാരണം നമ്മ കേൾക്കാത്ത ഒരു ആയോധന കല പോലുള്ള ഒരു സീൻ കാണിക്കും. ഞാൻ കണ്ടിരുന്നു ആ സ്റ്റണ്ട് സീൻ. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എന്താ മമ്മൂക്ക അഭിനയിച്ചിരുന്നത്. എന്തായാലും ഈ പടം നമുക്ക് 23-ാം തീയതി തിയേറ്ററിൽ വന്ന് എല്ലാവരും വന്ന് കാണുക. എല്ലാവരും രോമാഞ്ചം പൊളവം കൊള്ളുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. കാരണം ടെർബോ എന്ന ട്രെയിലർ ഇപ്പൊ തന്നെ നല്ല പ്രേക്ഷകരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സെക്കൻഡുകൾ ഓരോന്ന് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അതിന്റെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും പെർഫെക്റ്റ് ടർബോ തലക്കും. ആ വൈശാഖ് സാറിന് എല്ലാ അഭിനന്ദനം ഇപ്പോഴേ ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്.